ഫുൾ ചാർജ് ആവാൻ പോവാണ് നമ്മൾ. എന്താണ് എൽദോ? 74ാമത്തെ വയസ്സിൽ ബികോം ഒക്കെ ആലോചിച്ച് നോക്കിയേ. തങ്കമ്മേടത്തി ഇന്ന് ഓണം കളറാക്കാൻ നമ്മോടൊപ്പം അതിഥി എത്തുകയാണ്. തങ്കമ്മേടത്തി കോതമംഗലത്തുള്ള വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് തങ്കമ്മേടത്തി പഠിക്കുന്നത്. തങ്കമ്മേടത്തി, വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ്, സ്വാഗതം. യൂണിഫോമിലായി ഇരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ചന്താണ്. എന്താ പറയാനുള്ള ഞങ്ങളോട്? എങ്ങനെയാണ് ഈ ഒരു ഊർജം? ഇത് എങ്ങനെ പഠിക്കണം എന്ന് തോന്നി ഈ വയസ്സില്? എന്റെ വീട് എലഞ്ഞിയിലാണ്. ഊർജം പഠിക്കണം എന്ന് തോന്നി. അപ്പൊ ഞാൻ പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു. പിന്നെ ഇത് +2 പാസ്സായി. അപ്പൊ പിന്നെ ഡിഗ്രിക്ക് പോണം തോന്നി. അപ്പം ഒക്കെയും നല്ലത് നമ്മുടെ വീടിന്റെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെന്ന് തോന്നി. അപ്പൊ എന്റെ മക്കളും അടുത്തുള്ളവരും പറഞ്ഞു, കൊച്ചമ്മ എന്ന് വിളിച്ചോ, കൊച്ചമ്മ ഈ കോളേജിൽ ചേർന്ന്, കൊച്ചമ്മയുടെ വീടിന്റെ അടുത്തല്ലേ, അപ്പൊ അടുത്തുള്ള ഒരു പയ്യനും കൂടെ കൂടിയാണ് ഇതിന് നമുക്കിത് സംഘടിപ്പിച്ചു തന്നെ. അപ്പൊ സാറന്മാരൊക്കെ വന്ന് കണ്ടപ്പോ അവര് ഇവിടെ വന്നപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ കോളേജ്. സയൻസ് ആൻഡ് ആർട്സ് കോളേജ് എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒത്തിരി പരിപാടികളൊക്കെ കാണുമെങ്കിൽ അവതരിപ്പിക്കാനും കുറച്ചൊക്കെ ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ നമുക്ക് കളിക്കാനും ഒക്കെ പറ്റുള്ള കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിൽ ഓർത്ത് എനിക്ക് സന്തോഷമായി. അപ്പൊ അതൊപ്പം ഇത് കളി മാത്രമല്ല കേട്ടോ, അതിനൊപ്പം എനിക്ക് ഡിഗ്രി പാസ്സാകണം. 4 വർഷം കൊണ്ട് എന്റെ നാട്ടുകാരെ ഈ കോളേജിനും ഇത് അഭിമാനമായിട്ട് പഠിക്കണം എന്നാണ് എന്റെ താല്പര്യം. ഉറപ്പായിട്ടും തങ്കമ്മേടത്തി ഗംഭീരമായിട്ട് പാസ്സാവും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കൂട്ടുകാരെന്താണ് വിശേഷിപ്പിക്കുന്നത്? കൂട്ടുകാരോടെ എങ്ങനെ തങ്കമ്മേടത്തിനെ വിളിക്കുന്നത്? അവരെന്താ വിളിക്കുക? അവരോട് എങ്ങനെയാ ഈ സെയിം ബൈബിൾ തന്നെ സംസാരിക്കുവോ? തങ്കൂസെന്ന് വിളിക്കും, സാർമാരെല്ലാം തങ്കമ്മ ചേട്ടത്തിന്ന് വിളിക്കും, അമ്മച്ചിന്ന് വിളിക്കും, തങ്കൂസെന്ന് വിളിക്കും. ഇന്നലെ ഈ ടിവിയിലെ ഇന്നലത്തെ പരിപാടി കണ്ടിട്ട് ഞങ്ങളെ എക്കണോമിക്സ് പഠിച്ച ടീച്ചറിന്റെ കമന്റ് ഇട്ടാക്കണേ, തങ്കൂസ നീ സൂപ്പറാണ്. അത് തന്നെ ഞങ്ങൾക്ക് പറയുള്ളൂ, തങ്കൂസ നീ സൂപ്പറാണ് അല്ലേ? അത്രയും പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടുകാരാട്ടോ. ഞാനും ഈ ഇലഞ്ഞി അടുത്ത് തന്നെയാ. ഞാൻ കോലഞ്ചേരിയാണ്. നാട്ടുകാർ ഭയങ്കര പോസിറ്റീവ് ആണ്. കോലഞ്ചേരിയില ഞങ്ങള് വിസിറ്റിന് വന്നത്. സെന്റ് പീറ്റേഴ്സ് കോളേജിലാണോ? അതേന്ന് തോന്നുന്നു. ആ പള്ളിയുടെ നേരെ എതിർവശത്തുള്ള അത് തന്നെ സെന്റ് പീറ്റേഴ്സ്. ഈ പഠിക്കാനൊക്കെ സമയം എപ്പോഴാണ് പഠിക്കുന്നത്? വീട്ടിൽ പോയിട്ട് ഇരുന്ന് രാത്രിയിലാണോ അതോ രാവിലെ എഴുന്നേറ്റിരുന്നാണോ? വൈകുന്നേരം പഠിക്കും, രാവിലെ എഴുന്നേറ്റ് പഠിക്കും. വൈകുന്നേരം പണി അത്താഴമൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ ആരും ചെയ്യാനില്ല, പഠിക്കും. ഓക്കെ. തങ്കച്ചി, ഞാനേ ഒന്ന് ചേച്ചിന്റെ ആ കോളേജിലൊക്കെ ഇങ്ങനെ പോയി നടക്കുന്ന വിഷ്വൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതൊന്ന് ഞങ്ങൾ കാണിക്കട്ടെ. മരണം വരെ 70% എന്നതെന്ന് എന്റെ മനസ്സിലുണ്ട്. എന്നാലല്ലേ നമുക്ക് പാസ് മാർക്കിന് ജയിച്ചു പോകുള്ളൂ. എന്റെ തങ്കമ്മേടത്തി ഫ്രണ്ട് ബെഞ്ചിലാണല്ലോ, പഠിപ്പിസ്റ്റാണോ? അതെ, നമ്മള് പറയത്തില്ല എപ്പോഴും ഈ ഉഴപ്പുന്നവരാണ് പുറകിൽ പോയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ്, ബാക്കിലായിരുന്നു ഇരിക്കുന്നത്. തങ്കമ്മേടത്തി ഏറ്റവും മുന്നേ പോയിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ എനിക്ക് 74% മാർക്ക്. അടിപൊളി, ഞങ്ങൾ കൈയടിക്കുന്നുണ്ട് കേട്ടോ. +2-ന് 78% മാർക്ക്. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നല്ലേ? എന്താ അതെടുക്കാൻ കാര്യം? പക്ഷെ അത് ലാസ്റ്റ് എനിക്ക് വയ്യാതെ വന്നല്ല, ഇച്ചിരി കൂടെ മാർക്ക് എക്കണോമിക്സിനും പൊളിറ്റിക്സിനും
ഒക്കെ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി. ആ 78% മാർക്ക് കിട്ടിയിട്ട് കുറഞ്ഞു പോയി ഞാൻ പറഞ്ഞില്ലേ, പഠിപ്പിസ്റ്റാണ്, പ്രായത്തില് പഠിപ്പിസ്റ്റ്. ഗംഭീര മാർക്കാണത്. ഞാൻ കാണിച്ചു കിട്ടെ, ഒപ്പം ഇരിക്കുന്ന ആരൊക്കെയാണ്? സാർമാരാണോ? അവരൊന്നും കൂടി പരിചയപ്പെടുത്തിക്കേ. അതെ, ഒന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ. രാജു സാർ, ഗുഡ് ഹായ് മോർണിംഗ്. സാർ. അവർക്ക് ഇപ്പറേ PR ഷാജി. ഹലോ സാർ, നമസ്കാരം. അപ്പൊ നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് അമ്മേ? അയ്യോ, അവർ ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ പറയുകയെ ചെയ്ത എന്നെ എങ്ങനെ ഇവിടെ കൊണ്ടു നടന്ന് പറയാൻ പറ്റത്തില്ല. അവര് അമ്മയായിട്ടാണോ സ്റ്റുഡന്റ് ആയിട്ടാണോ സഹോദരിയായിട്ടാണോ എനിക്കറിയാൻ പാടില്ല. എന്താ ഇവരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നോടുള്ള എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് കാര്യം ചോദിക്കട്ടെ, അധികമായില്ലെങ്കിൽ പോലും സാർ എങ്ങനെയുണ്ട്? നല്ല സ്റ്റുഡന്റ് ആണോ? ചെവി പിടിക്കേണ്ടി വരുമോ? ഞങ്ങള് ഈ തങ്കമ്മച്ചേട്ടത്തിയെ കാണാൻ ആദ്യം പോകുമ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും സ്റ്റുഡന്റ് ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം എന്ന് പോയി കണ്ടപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നതിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്ര ഷാർപ്പാണ്. കുട്ടികളോട് പറഞ്ഞു നിങ്ങളും ഞാൻ ഒരു മത്സരം വെക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ എന്തോ ഒന്ന് കേട്ടല്ലോ തങ്കമ്മേടത്തി, മരുമോളുമായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു മത്സരം നടന്നു എന്നൊക്കെ. അതെന്താ സംഭവം? അത് മത്സരമല്ല. ഞാൻ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാണ് മോള് 10 എഴുതിയത്. ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് മേൽസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പിന്നെ പ്രായം അധികമായപ്പോ എനിക്ക് സ്ഥാനം കിട്ടിയില്ല. അതൊന്നും പിന്നെ വേണ്ടാന്ന് വെച്ചിരുന്നപ്പോഴാണ് എന്റെ മോള് 10ാം ക്ലാസ് പഠിച്ചത്. അപ്പൊ അവള് പഠിച്ച ഉടനെ പ്രീ ഡിഗ്രി അല്ല +2 ചേർന്നു. +2 ചേർന്ന് കഴിഞ്ഞപ്പോ എനിക്കൊരു വാശി തോന്നി, ഞാൻ പഠിച്ചപ്പോഴാണല്ലോ ഇവള് 10 പഠിച്ചു. എന്നാ ഇവള് +2 പഠിക്കുമ്പം എനിക്കതിലും ഇച്ചിരി ഉയർന്ന മാർക്കോടെ ജയിക്കണം എന്നോർത്തോണ്ടാണ് ഞാനത് പോയത്. അറിഞ്ഞില്ല. എന്നാലും അവളിലും അതൊക്കെ മേലെ ഞാൻ അടിപൊളി, അതൊക്കെ മേലെ. ഈ യൂണിഫോം കിട്ടുന്ന ഇവിടെ നിന്നല്ലേ? നമ്മള് 10ലും +2ലും ഒന്നും യൂണിഫോം ഇല്ലായിരുന്നല്ലോ. ശബ്ദത്തിന് എന്തോ പ്രശ്നം? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ശബ്ദം മ്യൂട്ടായി പോയോ സാർ? മ്യൂട്ടായി പോയതല്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാമോ? ഞങ്ങൾ ചോദിച്ചത് കേട്ടായിരുന്നോ? തങ്കമ്മേടത്തിക്ക് ഇങ്ങനൊരു അവസരം വന്നപ്പോഴേ അതിന് സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അപ്പൊ കേട്ട പാടെ പറഞ്ഞ് നമ്മുടെ അടുത്തൊരു ആണല്ലേ, നിങ്ങൾ പോയി കാണാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഫീസ് എല്ലാം പൂർണ്ണമായിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു. കാരണം ഇത് റെഗുലർ കോളേജ് ആവുമ്പോഴത്തേക്ക് ഇത് കോമൺ അഡ്മിഷൻ പ്രോസസ് വഴിയാണ് ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തത്. യൂണിവേഴ്സിറ്റിയുടെ വഴിയാണ്. അവിടെ ചെന്നപ്പോഴേ തങ്കമ്മേടത്തിയുടെ വയസ്സ് എൻ്റർ ചെയ്യാൻ പറ്റും. 74 വയസ്സ് എൻ്റർ ചെയ്യാൻ പറ്റും. ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി അതിന് ബന്ധപ്പെട്ടു. രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ രജിസ്റ്റേർഡ് സ്റ്റുഡന്റ് ആണ്. റൈറ്റ്. എനിക്കൊന്ന് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ എന്തെങ്കിലും ഡെഫിനിഷനോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ പിള്ളേർക്കൊരു പ്രചോദനം ആകാൻ വേണ്ടിട്ട് ഒന്ന് പറയുമോന്ന്. കാണാപ്പാടം വല്ലതും പഠിച്ച സാധനം ഉണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പണ്ട് പഠിച്ച് എക്കണോമിക്സിലെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? മലയാളത്തിൽ പറയാൻ പറ്റുമോ? മലയാളത്തിലേ പറയാം. ഓ പറഞ്ഞോളൂ. ഞാൻ +2 പഠിച്ചപ്പോഴ് മലയാളത്തിലെ സാറ് ഞങ്ങളെ ഒരേ പാഠം പഠിപ്പിക്കുന്ന സാറത് ഒരേ കഥയായിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാഠം മലയാളം പാട്ട് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തെ പറ്റിയായിരുന്നു. അതിപ്പോ എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത്തെ കഥയായിട്ട് വന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ളതായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ കഥ വായിച്ച് സാർ പറഞ്ഞപ്പോ ഓരോന്നും പറഞ്ഞു തന്നിട്ട് അന്നത്തെ ആ കഥയിലുള്ള ചില വാക്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലായിരുന്നു. വെള്ളപ്പൊക്കം വന്നു, എല്ലാവരും കേറിപ്പോയി. പക്ഷെ ഒരു പട്ടിയും ചേന്നം പറയേണ്ട കഥയായിരുന്നു. ചേന്നം
വള്ളമില്ല. അപ്പൊ ഈ പരണ് തട്ടും പരണം എന്ന് പറഞ്ഞാൽ ഒന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സാർമാർക്ക് പോലും അറിഞ്ഞെന്ന് വരും. പക്ഷെ ഇന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് അന്ന് തട്ടും പരനും ഒക്കെ ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞപ്പോൾ സാറിനൊക്കെ എന്നെ വലിയ കാര്യം. സാറ് പറഞ്ഞു ആ ചേച്ചിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തട്ടും പരണം എന്നൊക്കെ എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇന്നത്തെ പോലെ മച്ച അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു രീതിയില് അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ പഴയ കാലങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എന്നോട് പറയുന്ന ചേർത്തേക്ക് അറിയാം. അതുപോലെ പഠിപ്പിക്കുന്ന സാറും പറയും. കഴിഞ്ഞ ഇത് പറയുമ്പം പറയും ആ ചേർത്തേക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു കഴിഞ്ഞ കാലങ്ങളൊക്കെ എന്റെ മനസ്സിൽ ചിലത് പഠിച്ചതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതൊന്നും പറയുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ചേർത്തിക്ക് അറിയാം എന്നെ അറിയാന്നൊക്കെ സാർമാര് പറയുമ്പോ ഇനി എക്കണോമിക്സ് കണക്കും ഇംഗ്ലീഷും നമുക്ക് കണക്കിന് കണക്കാന്നാണോ പറഞ്ഞേ? കണക്കാ. ഞാനും തരുവാണെങ്കിൽ കണക്ക് നോക്കിയെന്നുണ്ട്. പിന്നെ എങ്ങനെയാ കണക്ക് പഠിപ്പിച്ച മാഷെ കുറിച്ച് പറഞ്ഞേ? കണക്ക് പഠിപ്പിച്ച അമ്പിളി ടീച്ചർ ആയിരുന്നു ഞങ്ങളെ എക്കണോമിക്സ് പഠിപ്പിച്ചത്. എക്കണോമിക്സ് പഠിപ്പിച്ച ടീച്ചർ നല്ലവണ്ണം രാത്രിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അന്നേരം എന്നോട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ചേർന്നപ്പോ എന്നോട് പറഞ്ഞത് ബികോമാന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു തങ്കുച്ച കണക്കിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നരാടൻ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് തങ്കുച്ചിന് തരാമെന്നാ പറഞ്ഞത്. അത്രയും ടീച്ചറിന്റെ കയ്യിൽ നിൽക്കുന്നു. സാറെന്തോ പറയാൻ വന്നിരുന്നു ഇടയ്ക്ക്. എന്തോ സാറ് പറയൂ. സാർ എന്തോ പറയാൻ വന്നിരുന്നു. ഞങ്ങള് 2 വട്ടം തങ്ങളുടെ വീട്ടിൽ പോയി. പക്ഷേ ആദ്യം ഞങ്ങളെ പോയത്. രണ്ടാമത് ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരു സീനിയർ പ്രൊഫസർ 1 വർഷം ജോസാറ് ചെന്നു കണ്ടു. അപ്പോഴേ പറഞ്ഞു വിളിച്ചോ ഞാൻ പഠിപ്പിച്ചോളാം, ഒന്നും പേടിക്കണ്ട, ഞാൻ ഞങ്ങള് ചേട്ടത്തെ കൊണ്ടുപോയി. സാറ് പൂർണ്ണമായിട്ടും ചേട്ടത്തെ പാസ്സാക്കിയിട്ട് തീരുമാനം എടുത്തിരിക്കുക. ഞങ്ങൾ കുറെ സീരിയസ്. പിന്നല്ല ഞാൻ നേരത്തെ ചോദിച്ചതേ യൂണിഫോം ഇടുന്നത് ഇപ്പൊ ആദ്യമല്ലേ? പഠിച്ചപ്പോ ഞങ്ങൾക്ക് പാവാടയും പച്ച പാവാടയും വെള്ള ബ്ലൗസും ഹാഫ് സാരി ആയിരുന്നു അങ്ങനത്തെ യൂണിഫോം. ഇങ്ങനത്തെ എന്നിട്ട് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? പിന്നെ ഡിഫൻസിന്റെ ഉണ്ട്. ഡിഫൻസിന്റെ ഒരു അംഗമാണ്. അങ്ങനെ അതിന്റെ പാന്റും ആ ബെനിയും ഉണ്ട്, ആ തൊപ്പിയും ബാഡ്ജും ഒക്കെ ഉണ്ട്. ഈ ID കാർഡൊക്കെ ഇടാൻ മറക്കുവോ ഇങ്ങോട്ട് വരുമ്പോ? എന്തോ ID കാർഡൊക്കെ കഴുത്തിലിട്ടിരിക്കുന്ന ID കാർഡൊക്കെ എടുക്കാൻ മറക്കാറുണ്ടോ കോളേജിൽ പോകുമ്പോ? ഇല്ലില്ല, മറന്നാ പറ്റുവാ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ആരാ ഈ കൊച്ചുകുട്ടികളൊക്കെ ചോദിക്കില്ലേ ആരാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിക്കുന്നത്? ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ തൊഴിലുറപ്പിലെ ആൾക്കാരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഗംഗയുടെ കൂടി ഉത്തരവാദിത്തമാണ് കേട്ടോ തങ്കൂസിന്. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് കോളേജിൽ പ്രോഗ്രാം വല്ലതും ഉണ്ടോ? വന്നതല്ലേ ഉള്ളൂ, കണ്ടിരിക്ക. അടുത്ത ഓണത്തിന് അടിപ്പിച്ച് പൊളിക്കാം. അല്ല അപ്പൊ അടിച്ചു പൊളിക്കും. അടുത്ത ഓണത്തിനേക്ക് വേണ്ട, ഈ ഓണം തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞങ്ങക്ക് ഭയങ്കര പോസിറ്റീവായി, ഭയങ്കര സന്തോഷം. എന്താണ് എന്തെങ്കിലും തന്നെ പ്രാക്ടീസ് ചെയ്യിച്ച കളിക്കും. അതൊക്കെ നമ്മള് തങ്കമ്മ ചേച്ചി ഇത്രയും പെട്ടെന്ന് ഇത്രയും കേറി വന്നില്ലേ? പിന്നെ അതപ്പോ എന്തായാലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോട്ടെ. വീട്ടില് ഗംഭീര സപ്പോർട്ടാണല്ലോ അല്ലെ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ? ഓണാഘോഷമുണ്ട്, 1-ാം തീയതിയാ ആഘോഷമുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഓണത്തിനൊക്കെ ആഘോഷിക്കുക, ഗംഭീരമാക്കുക. അപ്പോ തങ്കമ്മേച്ചി ഞങ്ങൾ ഇനി വീണ്ടും ഒന്നുകൂടി കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഓണത്തിന്റെ അന്ന് ഈ തങ്കമ്മ ചേച്ചി അടിച്ചു പൊളിക്കുന്ന വിഷ്വൽസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരും, ഞങ്ങൾ കാണിക്കാം പ്രേക്ഷകരെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് തങ്കമ്മേച്ചി. സ്പെഷ്യൽ ഓണം ചേച്ചിക്ക്. താങ്ക് യു, താങ്ക് യു. ഹാപ്പി ഓണം. ബൈ.
എങ്ങനെയുണ്ടായിരുന്നു? ചാർജ് ആയില്ലേ? അടിപൊളി. നമ്മൾ വന്ന സമയത്തുള്ള പോലെയല്ല, നമുക്ക് തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു നിമിഷമായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും കേട്ടോ. കുറെ പേർക്കുള്ള ഒരു 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 ഉദാഹരണം എന്നൊക്കെ പറയാം, മാതൃക എന്നൊക്കെ പറയാം. നമ്മൾ ചിലരുടെ അടുത്ത് ആശംസ ഹാപ്പി ആണെന്നൊക്കെ പറയില്ല, പക്ഷെ ഇതല്ല, നമ്മുടെ ഹൃദയത്തിൽ സത്യം മനസ്സിന്ന് പറയുമായിരുന്നു, അത്രയും പോസിറ്റീവായി. നമുക്ക്